ഹലോ ഡിയേഴ്സ്, അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ഞാനൊരു ഹെയർ കെയർ വീഡിയോ ആയിട്ടാണ് വന്നത്. കാരണം എനിക്കൊരു തിരിച്ചറിവുണ്ടായി. ഇനിയും ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഈ അടുത്ത് തന്നെ മുട്ടച്ചേരി നടക്കേണ്ടി വരുന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഹെയർ കെയറിന് ഏറ്റവും ഉപകാരപ്പെടുന്നൊരു ഇൻഗ്രീഡിയൻ്റാണ്. അത് പറഞ്ഞു തരുന്നതുകൊണ്ട് അതിൻ്റെ മേക്കിംഗ് വീഡിയോ കാണിച്ചും തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടാക്കിയിട്ട് നമ്മളെ തലയിൽ ചെറുങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അതിന് നമ്മൾ വിരൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ മുടിയുടെ എല്ലാ ഭാഗത്തും നമ്മൾ മസാജും കൊടുത്ത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് വിരൽ വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എല്ലാ ഭാഗത്തും ചെയ്ത് കൊടുക്കുന്നുണ്ട്. കാരണം അപ്പോൾ മുടി ചീകുന്ന സമയത്ത് തന്നെ മൊത്തം പൊഴിഞ്ഞു പോന്നിട്ട് നല്ല വിഷമമാണ് കേട്ടോ. അപ്പം അത് മുന്നോട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ നല്ല പണിയാവുന്നില്ല അറിയാം. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇപ്പോൾ ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ഉണ്ടാക്കിയത്. അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ ഇപ്പോൾ എണ്ണ തേച്ച് പിടിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മരുന്നും കൂടെ തേച്ച് പിടിപ്പിക്കാം. മരുന്നെന്ന് പറയുമെങ്കിലും നമ്മുടെ അസുഖം ഭേദമാക്കുന്ന എന്തെങ്കിലും അതിന് മരുന്നെന്നാണല്ലോ പറയുക. അപ്പോൾ തലമുടിക്ക് വന്ന ഒരു അസുഖം അത് ഭേദമാക്കുന്നു, അതുകൊണ്ട് ഞാൻ ഇതിനെ മരുന്നെന്ന് പറയാം. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ ഒരു സംഭവം അത് തന്നെ. അപ്പോൾ അത് നല്ല രീതിക്ക് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. വീഡിയോ മിസ് ചെയ്യാതെ കാണണേ. അപ്പോഴാണ് നമ്മളെ ഈ ഒരു മരുന്ന് എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഉപയോഗിച്ചിട്ട് എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവും കേട്ടോ. വീക്ക്ലി ട്വൈസ് എങ്കിലും നമ്മളിതിങ്ങനെ ചെയ്യണം. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നമ്മളിതൊന്ന് ചെയ്ത് നോക്കണം. ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ വേറെയും കുറച്ച് കാര്യങ്ങളും കൂടെ ചെയ്യണം. എന്തൊക്കെയാണെന്നുള്ള വരുന്ന വീഡിയോകളിൽ ഞാൻ ഹെയർ കെയർ റുട്ടീനായിട്ട് ഓരോ വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഒരു സംഭവം തലയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. തേച്ച് പിടിപ്പിച്ച് നമുക്കൊരു 10-20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണേ. അപ്പോൾ ഞാനിത് നല്ല രീതിക്ക് തേച്ച് പിടിപ്പിച്ച് അപ്പോൾ അത് നല്ല രീതിക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് നമ്മളത് മുടി മേലോട്ട് കെട്ടി വെച്ചു. കണ്ടില്ലേ, മുടിയിൽ നല്ല രീതിക്ക് ഞാനത് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കുളിച്ചിട്ട് വരാം. 20 മിനിറ്റിന് ശേഷം കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു ഹെയർ കെയർ റൂട്ടീൻ ചെയ്യാൻ തുടങ്ങിയിട്ട് 3 ആഴ്ചയായിട്ടുണ്ട് കേട്ടോ. അപ്പം അത് റിസൾട്ട് ഉണ്ടെന്ന് തോന്നിയപ്പം ആണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എടുത്ത് കാണിച്ചു തരുന്നത്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മുടി ഒന്നും കൂടെ നല്ല സോഫ്റ്റായി, ചെളിയും കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട്. എനിക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് കൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ ഒരു മിശ്രിതം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് കാണണ്ടേ, അത് കാണിച്ചു തരാം കേട്ടോ. ഇനി ഞാൻ അപ്പോൾ തലേ ദിവസം ഉലുവ കഞ്ഞിവെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ആ ഉലുവ കഞ്ഞിവെള്ളം കൂടെ കൂട്ടിച്ചേർത്ത് നമ്മുടെ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഞാൻ അരച്ചെടുത്തു കേട്ടോ. മാക്സിമം പറ്റുന്ന പോലെ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ആ ഒരു മിശ്രിതം അരിച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ അരിച്ചെടുക്കണം, അല്ലെങ്കിൽ ആ പൊടി ഉണ്ടെങ്കിൽ മുടി നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് നമുക്കതൊന്ന് അരിച്ചെടുക്കാം. അത് അരിച്ചെടുത്തതിന് ശേഷം എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാവാം ഇത്. പക്ഷേ ഇത് നമ്മൾ കുറച്ചൊരു എണ്ണ തലയിൽ ഒരു ഹോട്ട് ഓയിൽ മസാജൊക്കെ ചെയ്ത് എന്നിട്ട് ഇതും കൂടെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ യൂസ്ഫുൾ ആവും കേട്ടോ. നല്ല രീതിയിലുള്ള മാറ്റം നമുക്കുണ്ടാവും. കാരണം എനിക്ക് ആ ഒരു മാറ്റം മനസ്സിലായത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് വീണ്ടും പറയുന്നത്. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു എണ്ണയ്ക്ക് പകരം വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് സവോളയിലെ നീരെടുത്തിട്ട് അത് നല്ലോണം മസാജ് ചെയ്തിട്ടിട്ട് നമ്മുടെ ഉലുവയും കഞ്ഞിവെള്ളവും കൂടെ ചേർത്തിട്ട് അങ്ങനെ വാഷ് ചെയ്ത് കളയുകയും ചെയ്യാം കേട്ടോ. എന്നാലും നല്ലതാണേ. പിന്നെ കറിവേപ്പില
വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് കറിവേപ്പില, ചെറിയ ഉള്ളി, ചെമ്പരത്തി അതൊക്കെ ഇട്ടിട്ട് വെളിച്ചെണ്ണ. എൻ്റെ മുടിയുടെ ഒട്ടുമിക്ക പ്രശ്നങ്ങളും, ഈ മുടി പൊട്ടിപ്പോകുന്നതും ഒക്കെ എനിക്ക് ഈ 3 ആഴ്ച കൊണ്ട് നല്ല രീതിക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് നമ്മുടെ ഉലുവയെ പിഴിഞ്ഞ് ആ സത്ത് മുഴുവൻ നമ്മൾ എടുക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു മിശ്രിതം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം എടുക്കാൻ പറ്റുന്ന എൻ്റെ മാക്സിമം നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇതേ കണ്ടില്ലേ, നല്ല കൊഴുപ്പുണ്ട് കേട്ടോ അത്. അപ്പം നമ്മളത് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിയിട്ടാണ് ഉപയോഗിച്ചത്. അപ്പോൾ വീഡിയോ കണ്ടതിന് താങ്ക് യു.